ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പാടിയൊട്ടിച്ചാൽ, കുണ്ടുവാടി, തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല പുരുഷ ശിങ്കാരി മേള മത്സരവും നടന്നു. രാത്രി 7 മണിക്ക് നടന്ന സാംസ്കാരിക സായാഹ്നത്തിൽ അനുമോദനവും കാരുണ്യ ധനസഹായ വിതരണവും ഉണ്ടായി. യോഗത്തിൽ ഗ്രാമശ്രീ സെക്രട്ടറി VP നിതീഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ആരും പുതിയ കാലത്തെ കുട്ടികൾ അത്ര മോശമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇന്നലെ കോറോത്ത് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണടൻ എന്നൊരു ഒറ്റക്കാണ് ആ നാടകം അവതരിപ്പിക്കുന്നത്. നിതീഷ് അടക്കം ഇന്നലെ അവിടെ വന്നിരുന്നു. 8:30 മണിക്ക് സ്റ്റേജ് തരാമെന്ന് പറഞ്ഞ സംഘാടകർ 10 മണിയായി. 10 മണി കഴിഞ്ഞിട്ടാണ് നാടകം തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ചൂടും എങ്ങനെയെങ്കിലും ചെയ്ത് പെട്ടെന്ന് നമ്മൾ അറിയാതെ നോക്കിപ്പോക്കി. പക്ഷെ ഇന്നലെ 1.5 മണിക്കൂർ നേരം ഞാൻ എൻ്റെ നാടകം അവതരിപ്പിച്ചപ്പോൾ മുന്നിലൊക്കെ നല്ല കുട്ടികളാണ്. ആ 1.5 മണിക്കൂർ നേരം ഒരു മുട്ടുസൂചി ഇട്ടാൽ കേൾക്കാവുന്ന അത്രയും നിശബ്ദതയോടുകൂടി ആ നാടകം എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. ഞാൻ ഓപ്പൺ എയറിൽ അവതരിപ്പിക്കൽ കുറച്ച് കുറവാണ്. ഈ പബ്ലിക് ഇച്ചിരി അത് അങ്ങനെ ഒരു നാടകമാണ്. ഇച്ചിരി സൈലൻസും അടുത്ത് പെരുമാറുന്ന ഒരു നാടകമാണ്. ആ നാടകത്തിന് ശേഷം കുറെ കുഞ്ഞു മക്കൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ കൊണ്ടത്. അപ്പൊ നമ്മളറിയാതെ ഞാൻ വാളാറ്റൂനെ അങ്ങനെ കളിയാക്കിയതെന്നല്ല കേട്ടോ, നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണുക. പക്ഷെ എങ്കിലും പുതിയ കാലത്ത് ഇപ്പൊ സുരേഷ് ബാബു മാഷ് എത്രയോ വർഷമായിട്ട് അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പ്രഭാഷണ കലയിൽ അത്രയധികം വേദികൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു കരുവള്ളൂർ മുരളിയേട്ടൻ തുടങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ ചർച്ചയിലടക്കം ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പറഞ്ഞതാണ്, ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാട്ടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ഈ തൊപ്പി എന്ന് പറഞ്ഞ കക്ഷിയൊക്കെ കയറി വരാം. കാരണം പുതിയ ഒരു തലമുറ ഒട്ടും രാഷ്ട്രീയത്തോടൊന്നും ഒരു വലിയ പ്രതിബദ്ധത പുലർത്തുന്നില്ല. ഒരു ഏജ് കഴിയുമ്പോഴേക്കും പ്രമുഖ പ്രഭാഷകൻ സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. മലയാളമുണ്ടോ, ഇംഗ്ലീഷുണ്ടോ, ഹിന്ദിയുണ്ടോ, സംസ്കൃതമുണ്ടോ, ഭാഷയുണ്ടോ, കുരുവില്ലാത്ത മരമുണ്ടോ എന്ന് പറയാൻ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ കട്ടപ്പാട് അംഗങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ അവൾ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഭാഷയുണ്ടായത്. അങ്ങനെ ബോധ്യമായപ്പോഴാണ് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു. കേട്ടിട്ടുണ്ടോ?
പച്ചപ്പനന്തത്തെ പൊന്നാരപ്പൂമുട്ടേ. 2 കൊല്ലം മുമ്പ് മരിച്ചുപോയ മച്ചാട്ട് വാസന്തി പാടി നാടകത്ത് പാടിയ പാട്ടാണിത്. അത് യേശുദാസ് ഇപ്പൊ അടുത്ത കാലത്ത് സിനിമ പാടി. വിത്തിട്ടു മഴ വെട്ടി വയലാക്കി കിളച്ചിട്ട് വിത്തിട്ടു. വിത്തിട്ടപ്പോ ഇത് മുളക്കോ, മുളച്ചാൽ ഇത് പൂക്കോ, പൂത്താൽ ഇത് കായ്ക്കോ എന്നറിയാനായിട്ട് ആ കാട്ടാളന്മാർ ആദ്യമായി ഒരു സ്ഥലത്തിരുന്നു, സ്ഥിരവാസമാക്കി. അപ്പൊ സ്ഥിരവാസമാക്കിയപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ഉണ്ടാക്കിയത്, ഇലകൾ കൊണ്ട് പർണശാല ഉണ്ടാക്കി. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നിടത്ത് മണ്ണ് വാരിക്കുട്ടി കല്ലടുക്കി കുട്ടി തറയുണ്ടാക്കിയത്. ആ തറക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കടന്നു വരാതിരിക്കാൻ ചുമര് കൊണ്ട് പനയോലകൾ കൊണ്ട് ചുമരുണ്ടാക്കിയത്. അങ്ങനെ ആദ്യത്തെ വീടുണ്ടായി. ആ വീട്ടിൽ അടുത്തിരുന്നപ്പോഴാണ് VP നിതീഷ്, വിനയചന്ദ്രൻ, പ്രസീത ഷാജി എന്നിവർ പ്രസംഗിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.